ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി കുഴുവേലിപ്പടി എന്ന ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഏതാനും ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1300 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ടാണ് ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഒന്നാമത്തെ വീടിൻ്റെ വിശേഷമാണ് നമ്മൾ ഇന്ന് മുഴുവനായി കാണാൻ പോകുന്നത്. ഈ വില്ലയിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 6 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. കൂടാതെ കൊച്ചിൻ മെഡിക്കൽ കോളേജിലേക്ക് 3.5 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 1 കിലോമീറ്റർ മാത്രമാണ്. മനോഹരമായി തന്നെ കണ്ടംപററി സ്റ്റൈൽ എലവേഷനിൽ തന്നെയാണ് വീട് പൂർത്തീകരിച്ചിരിക്കുന്നത്. മറ്റെങ്ങും കാണാത്ത വിധത്തിൽ തന്നെ 8 മീറ്ററോളം വീതിയുള്ള വളരെ വലിയൊരു വഴി തന്നെയാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച് മനോഹരമാക്കി തന്നെ അത് പൂർത്തീകരിച്ചിട്ടുമുണ്ട്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിൻ്റെ ഗേറ്റുകൾ നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കാണുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയാണ്. കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് ഇവിടം ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർവെള്ളം തന്നെയാണ്. കൂടാതെ KW വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. മുഴുവനായി ഗ്രാനൈറ്റിൽ തീർത്ത ചെറിയൊരു സിറ്റൗട്ട് നമുക്കിവിടെ കാണാം. മുൻവശത്തായി വരുന്ന പില്ലറിൽ ടെക്സ്ചർ വർക്കുകളും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. ഏകദേശം 10 അടി വീതിയിൽ തന്നെയാണ് ഇവിടെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. കൂടാതെ മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു TV യൂണിറ്റും ഇവിടെ നമുക്ക് കാണാം. TV യൂണിറ്റിന് ബാക്ക്ഗ്രൗണ്ടിലായി നല്ലൊരു വാൾപേപ്പറും ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ട് മനോഹരമാക്കി തന്നെ സീലിംഗ് വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ ഡൈനിങ് സ്പേസിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു 7 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഇവിടെ ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിലും നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർവേക്ക് താഴെയായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കബോർഡ് വർക്കൊക്കെ കൊടുത്ത് സ്റ്റാൻഡേർഡ് ലുക്കിൽ തന്നെയാണ് ഇവിടെ വാഷ് കൗണ്ടർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. 2 പാളികളുള്ള ഒരു ക്രോക്കറി യൂണിറ്റും അതിന് താഴെയായി സ്റ്റോറേജ് സ്പേസും നൽകി തന്നെയാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് ഇവിടെ കിച്ചൺ കബോർഡിനായി ചൂസ് ചെയ്തിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് ഈ വീടിൻ്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നതും. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. കിച്ചന് പുറമേ ഷീറ്റിട്ട് കവർ ചെയ്ത് ചെറിയൊരു വർക്ക് ഏരിയയും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി 2 പാളികളുള്ള ഒരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. വളരെ മിനിമലിസ്റ്റിക് ആയി തന്നെ ചെറിയൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ കൊടുത്തിരിക്കുന്നു. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇൻവെർട്ടർ മറ്റും വെക്കുന്നതിനായിട്ടുള്ള നല്ലൊരു സ്റ്റോറേജ് സ്പേസ് തന്നെ സ്റ്റെയർവേക്ക് താഴെയായി നൽകിയിട്ടുണ്ട്. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വുഡൻ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഇതുപോലൊരു പാസേജ് ഏരിയയാണ്. പാസേജ് ഏരിയയുടെ ഒരു ഭാഗത്തായി പുറത്തേക്ക് പോകാനുള്ള വാതിലും കൂടാതെ വാഷിംഗ് മെഷീനും മറ്റും വെക്കുന്നതിനായിട്ടുള്ള സ്പേസും കാണാം. നമുക്കിനി ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനും വരുന്നത്. 2 പാളികളുള്ള നല്ലൊരു വാർഡ്രോബും ഈ റൂമിലും നൽകിയിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി നമ്മൾ കടന്നു വരുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. സ്റ്റാൻഡേർഡ് സൈസിലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. സ്പോട്ട് ലൈറ്റൊക്കെ നൽകിക്കൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്.
4 അടി വീതിയും 8 അടി നീളവുമാണ് ഈ ബാൽക്കണിക്ക് വരുന്നത്. ഓപ്പണും കവേർഡുമായിട്ടുള്ള 2 ബാൽക്കണികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. രണ്ടും GA ട്യൂബുകൾ കൊണ്ട് ഹാൻഡ് റെയിൽ കൊടുത്ത് ഭംഗിയാക്കി തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1300 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 65 ലക്ഷം രൂപ മാത്രമാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.